ഹലോ ഗൈസ്, നീണ്ട ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും എൻ്റെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് ഒരു സ്വാഗതം. നമുക്കിത് പ്രൈവറ്റ് ബസ്സിൻ്റെ ജോലിയാണ് കിട്ടിയ ബസ്സിന് പെയിൻറ്റെല്ലാം അടിക്കണം. അത്ര ഒരു കൊമ്പനുണ്ട് അവരെ നിർത്തിയിട്ടിട്ട്. പിന്നെ അവിടെ ഒരു KSRTCൻ്റെ ഒരു പ്രൈവറ്റ് ബസ്സുണ്ട്. അപ്പം നമ്മുടെ റൂട്ട് ഇങ്ങോട്ടാണ്. ഇതാണ് ഹോൺ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോൺ ഇതാണ് ഗൈസ്. അപ്പം നമുക്ക് അടുത്തേക്ക് പോവാം, നമ്മുടെ റൂട്ടിലേക്ക്. ഇത് പ്രൈവറ്റ് ബസ്സായതുകൊണ്ട് എത്ര സ്പീഡൊന്നും പോവാം. ഇത് ടീം KBRൻ്റെ ട്രാഫിക് മോഡ് വിഷനാണ്. സുഖല്ലേ രാവിലെ ഊക്ക് കിട്ടിയിരിക്കുന്നു. സമാധാനായി. ഇതാണ് ഈഗിൾ സ്റ്റാച്ചു. അതിന് ഇയാള് ഭയങ്കര ഊക്കളാണ് ഗൈസ്. കുറച്ച് കറട്ടകളുണ്ട്. അപ്പോൾ ഗൈസ്, എൻ്റെ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ കൂടി അടിക്കണം. അപ്പോൾ നമുക്ക് ഇനിയും കുറേ ഉണ്ട്. ഇത് നമുക്ക് ഒരു ദിവസം ഓടിയാൽ 565 ഉറുപ്പ്യ കിട്ടും. അതൊന്നുമില്ല, അത് വണ്ടിക്ക് സസ്പെൻഷൻ കൂടിപ്പോയതാണ്. അപ്പം എൻ്റെ പേരറിയാതൊക്കെ, എൻ്റെ പേര് അമൽ എന്നാണ്. എല്ലാ തൊണ്ടച്ചു ആരെന്നെ വിളിച്ച് ചേച്ചീനല്ല, ആ ഒരു സ്കൂട്ടിയിലിരുന്ന് തൊണ്ടച്ചിനെ വിളിച്ച്. അങ്ങനെയാണെങ്കിൽ എനിക്ക് കൊള്ളാം. പിസ്സ ഹട്ടിൻ്റെ മുമ്പിലെല്ലാം നിന്നൊക്കെ വായിന്ന് വെള്ളം വരുന്ന ചേച്ചി. അത് രണ്ടാൾ തല്ലായക്കല കയ്യില. ഇപ്പറ കാണുന്നതാണ് ചൈന വൻമതിൽ. നിന്റെ വകയാണോ മോനെ? ഗൈസ്, നിങ്ങളുടെ അടുത്തൊന്നും പറയാനും കഴിയുന്നില്ല. ഈ തൊണ്ടച്ചുകൾ തൊണ്ടന്മാരെല്ലാം വിടുന്നില്ല ഗൈസ്. ഇത് അടുത്ത കളവന്മാരതാ. സോറി, അതിലൊരു കുഞ്ഞു ഭാവിയുണ്ട്. ലേഡീസ് ഫസ്റ്റ് കേട്ടാ. ഇവരെന്നോട് ഇവിടെ ഈലെല്ലാം പോണ്ട്. ഗൈസ്, എനിക്ക് ഈ ഹോൺ ഇഷ്ടമല്ല. അതിൻ്റെ കൂട്ടത്ത് മീൻ വണ്ടീൻ്റെ സൗണ്ടാണ്. ഗൈസ്, ഈ വണ്ടി കണ്ട് ഇങ്ങനെ ആടുന്നുണ്ട്. പാമ്പിനെ കണക്കാന്ന് പോലെതാ കണ്ടാ, വിൽക്കാനായി കണക്കാ. പക്ഷെ വിൽക്കൂല, ജെറ്റ് ബസ്സാണ്. ആ KSRTCനെ പിടിക്കണം ഏത് കാട്ടിലെ പോയാലും. അയ്യോ ഹൂമ്പി. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ കാട്ടിൻ്റെ ഉള്ളിലാണ്. ഇവിടെ നിന്ന് നമ്മൾ പറപ്പിച്ചാൽ അപ്പുറത്തെ കൊക്കയിൽ നാളെ ക്രെയിൻ വന്ന് എടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഒരു ലേശം സ്പീഡിലാണ് പോകുന്നത്. ഇതെന്തായാലും ഇന്ന് നമുക്ക് ഇത് പൂർത്തിയാക്കാൻ പറ്റുന്നൊന്നുമില്ല. പൂർത്തിയാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പാർട്ട് 2 ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.
ഹലോ ഗൈസ്, അപ്പം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട്. എല്ലാവരെയും കയറ്റിട്ട് നമുക്ക് അടുത്ത ബസ് സ്റ്റാൻഡിൽ നിന്ന് ചോറ് കഴിക്കാൻ വേണം. അത് കഴിഞ്ഞ് ചായ, അത് കഴിഞ്ഞ് മറ്റേത് മറിച്ചത് അങ്ങനെ എല്ലാം തിന്നിട്ട് വയറിളക്കി നാളെ അങ്ങനെയൊക്കെ ലീവാക്കണം. ഈ വണ്ടിയില്ലേ എൻ്റെ സ്കൂളത്തെ കളിക്കാന്, എൻ്റെ സ്കൂളിൻ്റെ മുമ്പൊന്ന് ബ്രേക്ക് പിടിച്ചാൽ അങ്ങ് കാസർഗോഡ് എനിക്ക് നിൽക്കും. ഇത് വൺ വേ ആണ്, അതുകൊണ്ട് എന്ത് പൊക്കിത്തരമാണെങ്കിലും കളിക്കാം. ഒരുത്തനും ചീത്ത അറിയില്ല മാമന. ഇത് വലിഞ്ഞ് കയറാൻ കഴിയുന്നൊക്കെ ഗൈസ്, വളച്ച് വലിഞ്ഞ് ആ വരുത്ത നിങ്ങൾ കാണണം. വെയിറ്റ് എ മിനിറ്റ്. അപ്പം ഗൈസ് നമ്മൾ ചക്കം വരുന്നുണ്ടോ? വെയിറ്റ് എ മിനിറ്റ്. ചക്കം വെക്കോന ഈ ചക്ക മാങ്ങാത്തേങ്ങ മുട്ടോ. ചക്ക മാങ്ങാത്തേങ്ങ ഇട്ടോ? ഇല്ല, നിന്നില്ല. ഗൈസ് ഈ വണ്ടിക്ക് മൈലേജും ഇല്ല, ഒരു കുന്തമില്ല. കാർമേഘം വന്നേ. ഇവിടെ ഇരുട്ടായ അപ്പാട് വൈപ്പർ ഇടണം, മഴ പെയ്യുന്ന ഉറപ്പാണ്. ബുസിറ്റ് പ്ലേയേഴ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇവിടെ ഇത്രയും വൺ വേ ഇപ്പതാ ടു വേ. എന്ത് ചെയ്യണ്ട, ആക്സിഡന്റ് ആക്കാനേ എല്ലാം കൊണ്ടോ. കണ്ടോ വരുത്തു നോക്കി കണ്ടോളൂ. ഇപ്പൊ കൊക്കല് പോയനെ എല്ലാവരും തെറി വിളിക്കുന്നുണ്ട് എന്നെ. അപ്പം നിങ്ങൾക്ക് പാണ്ഡ ഉച്ചിഹാനെ അറിയാം. പാണ്ഡ ഉച്ചിഹ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ചെയ്തത്. പാണ്ഡ ഉച്ചിഹ എപ്പോഴും കമൻ്റ് ഇടും, ബ്രോ പ്ലീസ് ലോങ് വീഡിയോ പ്ലീസ്. അപ്പം ഇത് പാണ്ഡ ഉച്ചിഹക്ക് വേണ്ടിയാണ്. എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ പോയായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദിവസം വീഡിയോ ഇടായിരുന്നില്ല. ഇന്നലെയാണ് കിട്ടിയത്. ഞാൻ ഈ കീച്ചത്തുനിന്ന് സ്പീഡ് പോകാൻ ശ്രമിക്കട്ടെ. ആ ഒരു 2 കുരുട്ടായിരുന്നു സ്പീഡ് പോകാൻ കഴിഞ്ഞിട്ട. ഈ 2 കുരുട്ടായിരുന്നു. ചക്കൻ്റെ ലൈറ്റൊക്കെ ഒരാൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പം അടുത്ത സ്ഥലത്തേക്കാണ്. ഇപ്പം ഇത്രയും സമയം കാട്ടിൻ്റെ ഉള്ളിൽ, ഇപ്പം ഒരു പണ്ടുകാല വില്ലേജിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്.
പറപ്പിച്ച് പോവാം. ഇതിൽ കയറാന്നൊരു സംശയമാണ്. ഇപ്പോൾ വന്നാൽ വരുത്ത കണ്ട ബാക്കി ഒരാളെ കണ്ടിട്ടു. ഭീമന്റെ പരസ്യം പത്തനംതിട്ടയിലും. അപ്പോൾ ഗൈസ് പത്തനംതിട്ടക്കാർ ഈ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. പിന്നെ കാസർഗോഡിലവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇറ്റിങ്ങൊക്കെ അടുത്ത് വെച്ചെടുത്താലേ വരും, അല്ലാണ്ട് വരില്ല. വന്നിട്ടുണ്ട്. ഇവരായി ഇടക്കിടക്കുന്ന കയറുന്നതുകൊണ്ട് നമുക്ക് സ്പീഡ് പോകാൻ കഴിയുന്നില്ല. സ്പീഡ് പോയിട്ട് ഇവിടെ ബസ് വരുമ്പോൾ മൂടിരിച്ചിരിക്കുന്നു. ഇതിലൊക്കെ പോയ ഇവിടെ അപ്പം എല്ലാവർക്കും നല്ല കളക്ഷൻസ് ഉണ്ട് ഗൈസ്. നിങ്ങൾക്ക് എന്താ വാതിലടച്ചോടാ? വാതിലടച്ചാൽ വാതിലിൻ്റെ കംപ്ലൈൻ്റ് ആണ്. പിന്നെ തുറക്കണമെങ്കിൽ പിന്നെ ആശാരിനെയും മേസ്തിരിനെല്ലാം പിടിച്ചിട്ട് വരേണ്ടി വരും. ഇനി പയ്യന്നൂരിലൊരു ബസ്സുണ്ട്, ആ ബസ് ഉണ്ട് സാന പറഞ്ഞ. ജയ് ഗുരു പരമ
സുഖാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഒരു ബസ് സ്റ്റാൻഡ് കിട്ടി അതല്ല പറയാൻ വന്നത്, പക്ഷെ പറയിപ്പിച്ചത് അതായിരുന്നു. നമ്മളാണ്ട് ആദ്യമായിട്ട് 199 കയറി. അപ്പം ഇതിൻ്റെ ടോട്ടൽ സ്പീഡ് 106 ആണ്. ഇന്ന് തന്നെ ധാരാവിൻ്റെ വീഡിയോ വരുന്നത് എപ്പോൾ വരും. അപ്പം അപ്പോൾ ഗൈസ്, നിങ്ങൾ യൂട്യൂബിൽ